നമസ്കാരം. അൻസിൽ ജലീലിനെ ഓർമ്മയില്ലേ? ഇപ്പോ ഈ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ കാണുന്ന ഒരു ഫോട്ടോയും ചോദ്യവും ഇതൊക്കെയാണ്. ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അൻസിൽ ജലീൽ എന്ന KSU നിർവാഹക സമിതി അംഗം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നു. മാധ്യമ വാർത്ത ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ദേശാഭിമാനി എന്ന പത്രത്തിൽ വന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ പരാതി പോകുന്നു. സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ തന്നെ പരാതി കൊടുക്കുന്നു. അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പോലീസിന്റെ നിഗമനത്തിലെത്തുകയാണ്. എന്താണ് അത് ഗുണമാക്കുന്നത്? ഒരാൾക്കെതിരെ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിച്ചാൽ വേട്ടയാടലൊന്നുമില്ല, അയാൾ പ്രതി അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവ്. ഇത് തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ ഒരു മാപ്ര ഓർമ്മയുണ്ടോ? ഏത്? അഖില നന്ദകുമാർ ഒരു വ്യാജ വാർത്ത ഇതുപോലെ സൃഷ്ടിച്ചിരുന്നു. ആരുടെ സഹായത്തോടു കൂടി? മറന്നുപോയി. ദേശാഭിമാനിയും അൻസിൽ ജലീലിനെ ഉയർത്തിക്കാട്ടുന്നവർ ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ചു പോയെ ഈ ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. 5 വിഷയങ്ങളും 5 വിഷയത്തിന്റെ മാർക്കും അതിന്റെ CGPA-യും SGPA-യും ടോട്ടൽ മാർക്കും പാസ്സൊക്കെ കാണിക്കുമ്പോൾ ആർഷോയുടേത് ഫസ്റ്റ് കാണുന്നത്. ആർഷോയുടേത് അങ്ങനെ ഒരു വിഷയമില്ല, മാർക്കുകളില്ല. SGPA CGPA ഒക്കെ 0. മാർക്ക് ലിസ്റ്റ് അടക്കം ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിൽ PM ആർഷോയ്ക്കും പങ്കുണ്ട്. അദ്ദേഹത്തിന്റെയും ഈ MA ആർക്കിയോളജി സർട്ടിഫിക്കറ്റിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് സംഭവിച്ചു എന്നുള്ളതാണ്. കണ്ടല്ലോ അല്ലേ ഈ ഒരു പ്രതികരണം? അതായത് മഹാരാജാസ് കോളേജിലെ KSU-ക്കാരും ഏഷ്യാനെറ്റും തമ്മിൽ എന്തെങ്കിലും ഇതുപോലുള്ള വ്യാജ വാർത്തയ്ക്ക് ഗൂഢാലോചന നടത്തിയാൽ അത് സുന്ദര സുലഭിനം. നേരെ മറിച്ച് ഒരു വാർത്ത ദേശാഭിമാനിയിൽ വന്ന് നടപടി ഉണ്ടായാൽ, അന്വേഷണം നടന്നാൽ അത് മഹാ അപരാധം. അന്ന് ആ സംഭവത്തിന് ശേഷം തൊട്ട് പിന്നെ മാധ്യമങ്ങളിലൂടെ ഒരു മാധ്യമ വിചാരണ അരങ്ങേറി. എങ്ങനെയൊക്കെ? ഇതുപോലെയൊക്കെ. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ജയിച്ചെന്ന മാർക്ക് ലിസ്റ്റ് തിരുത്തി പ്രസിദ്ധീകരിച്ചു. വിവാദമായതോടെ എഴുതാത്ത പരീക്ഷ ജയിച്ചെന്ന മാർക്ക് ലിസ്റ്റ് മഹാരാജാസ് കോളേജ് പിൻവലിച്ചു. തിരുത്തിയ മാർക്ക് ലിസ്റ്റിൽ ആർഷോ തോറ്റു. സർട്ടിഫിക്കറ്റിലുണ്ടായത് സാങ്കേതിക പിഴവെന്നായിരുന്നു കോളേജിന്റെ വാദം. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആർഷോയെ സംബന്ധിച്ച്, എഴുതാത്ത, അയാൾ അറ്റൻഡ് ചെയ്യാത്ത പരീക്ഷയെ സംബന്ധിച്ച് ജയിച്ചു എന്ന പ്രചരണം നടത്തി രാവിലെ ജയിച്ച ആർഷോ ഉച്ചയ്ക്ക് തോറ്റു എന്ന തരത്തിൽ മാധ്യമ വിചാരണം, അതും ക്രൂരമായ രീതിയിൽ. ഇതൊന്നും അൻസിൽ ജലീലിന് നേരിടേണ്ടി വന്നിട്ടില്ലെന്നേ. അൻസിൽ ജലീലിനെതിരെ വാർത്ത വന്നു, പക്ഷെ മാധ്യമ വിചാരണയോ ചർച്ചയോ ഒന്നുമില്ല. അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. ആർഷോയുടെ കേസുമായി വരുമ്പോൾ ഇതുപോലെ KSU-ക്കാർ ഉയർത്തിവിട്ട വിഷയത്തിൽ അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഫോണിന് റേഞ്ചില്ലാത്ത അട്ടപ്പാടി പോലുള്ള പ്രദേശത്തായിരുന്നതിനാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ആഘോഷിച്ചു, ഇരുട്ട് മുറിയിൽ തിരുത്തി. അപ്പോ ഇപ്പോഴും സതീശനും കോൺഗ്രസ്സുകാരൊക്കെ മാർക്ക് ലിസ്റ്റ് തിരുത്തി എന്ന കഥ പാടിപ്പുകഴ്ത്തി നടക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളിയിട്ടില്ലല്ലോ അല്ലെ? അപ്പോ ഒരു അൻസിൽ ജലീലിന് ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉയർത്തി ഇപ്പോ സഹതാപം ഒന്ന് സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട. അന്വേഷണം നടന്നു, ആരോപണം ഉയർന്നു. സ്വാഭാവികമായിട്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ തെളിവ് കണ്ടെത്തിയില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി അവസാനിപ്പിക്കുന്നു. ന്യായമല്ലേ? അദ്ദേഹത്തെ വേട്ടയാടിയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ആർഷോ നേരിട്ടതോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്രൂരമായ മാധ്യമ വിചാരണ. രാവിലെ ജയിച്ച ആർഷോ ഉച്ചയ്ക്ക് തോറ്റു. സാങ്കേതിക പിഴവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ആ ഒരു പ്രചരണത്തിന് യാതൊരു അയവും വരുത്തിയില്ല. എന്തൊരു കൊണ്ടുപിടിച്ച ചർച്ചകളാണ് അന്ന് നടന്നത്. എന്തൊക്കെ രീതിയിൽ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിന്റെ SFI പോലൊരു സംഘടനയുടെ നേതാവായതുകൊണ്ട് അയാൾ നേരിടേണ്ടി വന്ന ആക്ഷേപം എത്രമാത്രം തീവ്രമായിരുന്നു. ഇന്നും പലരും അതിന്റെ ഒരു എപ്പിസോഡേ കേട്ടിട്ടുള്ളൂ. ആർഷോ മാർക്ക് ലിസ്റ്റ് തിരുത്തി വിജയിച്ചു എന്നുള്ള കാര്യം. അങ്ങനെയുള്ള ആരോപണമൊന്നും എവിടെയുള്ള ഒരു പീറ KSU-കാരനായിട്ടുള്ള വ്യക്തി നേരിടുന്നില്ലല്ലോ. പീറ KSU എന്ന് പറഞ്ഞാൽ KSU-നെ സംബന്ധിച്ച് ഒരു തരത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത നേതാവാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അങ്ങനെയുള്ള ഒരു അൻസിൽ ജലീലിനെയൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തലപ്പൊക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവിനെയൊക്കെ ആക്ഷേപിച്ചതുമായിട്ടൊന്നും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കല്ലേ മാങ്കാണ്ടിക്കൂട്ടം. ഒന്നാമത് നിങ്ങൾ വ്യാജ രേഖകൾ ചമച്ച് ഈ രീതിയിൽ ഒരു പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു, അതിലും വ്യാജൻ. അങ്ങനെ വ്യാജ പ്രവർത്തനം മാത്രം നടത്തിയ നിങ്ങൾക്ക് ഈ വ്യാജ വാർത്തയെ സംബന്ധിച്ച് വാ തുറക്കാൻ യോഗ്യതയുണ്ടോ? അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. ഇവിടെ മാധ്യമങ്ങളിൽ വരുന്നത് ഏഷ്യാനെറ്റ്, മനോരമ, അല്ലെങ്കിൽ നിങ്ങളെ പിന്താങ്ങുന്ന 24 ഉൾപ്പെടെയുള്ള പല ചാനലുകളിൽ വന്നാൽ മാത്രമേ അന്വേഷിക്കാവൂ. ദേശാഭിമാനിയിൽ വന്നാൽ അന്വേഷിക്കാൻ പാടില്ലേ? അന്വേഷിക്കുമെന്നേ. അന്വേഷിച്ചതിന് ശേഷം അയാളെ പിടിച്ച് ജയിലിലൊന്നും ഇട്ടിട്ടില്ല. തുടരന്വേഷണത്തിനും ചോദ്യം ചെയ്യലിന് ശേഷമെല്ലാം അയാളെ ആ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഉയർന്നു വന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടപ്പോൾ ആ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിക്കും. അതിന്റെ പേരാണ് നിയമ നടപടികൾ പ്രോപ്പറായി നടക്കുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ആർഷോ നേരിട്ടതുപോലെയുള്ള മാധ്യമ വിചാരണയോ അതിന്റെ പേരിൽ ഇപ്പോഴും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ
അദ്ദേഹം ആക്ഷേപം നേരിടുന്നതോ അല്ലെങ്കിൽ ആക്ഷേപം കേൾക്കാൻ ഇടവരുത്തിയത് KSUക്കാരാണ്. നിങ്ങൾക്കതിൽ പശ്ചാത്താപമുണ്ടോ? നിങ്ങൾ അത് അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ എന്നങ്ങ് വിചാരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഒരു മാപ്പ് പോലും പറയാൻ തയ്യാറാകാത്തവർ ഇങ്ങനെ കിടന്ന് മോങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഈ നാട്ടിലെ ഒരു നാട്ടു നടപ്പായി മാത്രം കണ്ടാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ.